ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ എരുന്ത് കറി ഉണ്ടാക്കാമെന്നാണ്. അതിനാവശ്യമായ എരുന്ത് കഴുകി വൃത്തിയാക്കി നമ്മളൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഒരു തക്കാളി, പിന്നെ 2 പച്ചമുളക്, പിന്നെ 2 അല്ലി കറിവേപ്പിലയും നമ്മളിതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് ആവശ്യമായ മുളകും പൊടി, ഇത്തിരി മല്ലിപ്പൊടി, ഇനി 1 സ്പൂണ് ഉപ്പ് എന്നിവ ചേർക്കുക. ഇനി നമ്മൾ ഈ എരുന്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായ 1 മുറി തേങ്ങയും ഇത്തിരി വെളുത്തുള്ളിയും പിന്നെ ചെറിയുള്ളിയും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്തിരി പെരുംജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പുളി നമ്മളൊന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കൈനം കൊണ്ട് നമുക്കിതൊന്ന് ഞൊരടി പിഴിഞ്ഞെടുക്കാം. എരുന്തൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരപ്പും പുളിവെള്ളവും ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരപ്പും പുളിവെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ എരുന്ത് കറി റെഡി ആയിട്ടുണ്ട്.